ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. ഇന്നത്തെ റെസിപ്പി നല്ല ഇഫ്താറിനൊക്കെ പറ്റിയുള്ള നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഷവർമ, ഫ്ലവർ പോട്ട്, അതുപോലെ തന്നെ കൊട്ടയപ്പം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ ചിക്കൻ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഫില്ലിങ്ങിന് ഉണ്ടാവുന്നത്. അപ്പോൾ ചിക്കനൊക്കെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ ഇതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മയോണൈസാണ്. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് 2 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ മയോണൈസ് ഉണ്ടാക്കാനായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് 2 ടീസ്പൂൺ വിനെഗറും അതുപോലെ തന്നെ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ആവും. എന്നിട്ട് ആ സൺഫ്ലവർ ഓയിലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മിക്സിയുടെ റിവേഴ്സിൽ ഇട്ട് കൊടുക്കുക. അതായത് മിക്സിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലൂസാക്കിയിട്ട് എടുക്കരുത്, നല്ല കട്ടിക്ക് തന്നെ മയോണൈസ് ഉണ്ടാക്കിയെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ട് പോട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ഡോ ഉണ്ടാക്കിയെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നോർമൽ വാട്ടർ, അതായത് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മൈദപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് നേരത്തെ പൊരിച്ചെടുത്ത ആ ഒരു ഓയിലിൽ തന്നെ നമുക്ക് ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ വഴറ്റി കിട്ടണം. പിന്നെ ഉള്ളി ഇടുമ്പോൾ അധികം കൂടി പോവരുത്, കാരണം ചിക്കനാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഉള്ളി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അല്പം കരിവേപ്പിലയും അതുപോലെ തന്നെ ആഫ്രിക്കൻ കൊറിയാൻഡറിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തുള്ളത്. ചപ്പ് പുതിന ഇല ഉണ്ടെങ്കിൽ അത് അല്പം ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഈ ഫില്ലിങ്ങിൽ അധികം മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിനാവശ്യമായിട്ട് അല്പം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ചിക്കനാണ് കൂടുതൽ കാണുന്നത്. ഇതുപോലെ തന്നെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് അല്പം ചൂടാറാൻ വേണ്ടി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മൈദ മാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് അല്പം പൊടിയിട്ടിട്ട് ഇതുപോലെ കട്ടില്ലാതെ പരത്തിയെടുക്കുക. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തൊന്ന് ഗീയോ അല്ലെങ്കിൽ ഓയിലോ തേച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ പത്തിരിയും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ബാക്ക് നല്ലതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അറ്റൊക്കെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഓരോ ഗ്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചുട്ടെടുത്ത ശേഷം മറ്റത് ആക്കിയെടുക്കുക. അതിനുശേഷം നല്ല ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ ഗ്ലാസ് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ വശത്തും ഓയിലാവുന്ന പോലെ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും, നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും.
നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പത്തിരി വെക്കുന്നതിന് മുന്നേ ഗ്ലാസിൻ്റെ പുറത്ത് നെയ്യോ ഓയിലോ ഒന്ന് തടവി കൊടുക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ ഒരു ഗ്ലാസ്സിൽ നിന്നും ഈ ഒരു മാവ് വിട്ടു പോരുന്ന പോലെ കാണും. ആ ഒരു സമയത്ത് ഇതുപോലെ ഫോർക്ക് യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് വിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിലിലേക്ക് ആക്കി കൊടുക്കുക. ഈ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഷവർമയുടെ ടേസ്റ്റിലുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പല ഫില്ലിങ്ങോട് കൂടിയിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ടേസ്റ്റിയായി തോന്നിയിട്ടുള്ളത് ഷവർമയുടെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റിലാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ഒന്ന് ഇങ്ങനെ വിട്ട് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതിയാവും, വിട്ട് കിട്ടും. എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലിട്ടിട്ട് ആക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും, നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ബോൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ബൗളിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചതും ക്യാബേജും അതുപോലെ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസും ടൊമാറ്റോ സോസും ആണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതാ ആദ്യം തന്നെ ഈ ബൗൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ല് ചെയ്യേണ്ട രീതി നമ്മുടെ ഐഡിയക്കനുസരിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഫില്ല് ചെയ്ത വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ്റെ കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ക്യാരറ്റും അതുപോലെ ക്യാബേജും പിന്നെ 1 ടീസ്പൂണോളം മയോണൈസും 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇഫ്താറിനൊക്കെ ടേബിളിൽ വിളമ്പുമ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഷവർമയുടെ അതേ രുചിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.